അപ്പോൾ കഴിഞ്ഞ ദിവസം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ OTT റിലീസ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അനാലിസും ഒക്കെയാണ്. കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സിനിമ കൂടിയാണ്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് കാണും. അപ്പോൾ നേരെ പോയേക്കാം. പടത്തിൽ 2 കേസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ലൗലി കേസും സെക്കൻഡ് ഹാഫ് ശ്രീദേവി മർഡർ കേസും. ഈ 2 കേസും എങ്ങനെയാണ് തെളിയുന്നത് എന്നാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. എനിക്ക് പേഴ്സണലി പടത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൊവിനോയുടെ ക്യാരക്ടർ തന്നെയാണ്. കാരണം സാധാരണ ഒരു ത്രില്ലറിൽ വരുന്നൊരു ക്ലീശയാണ് അതിലെ നായകൻ എന്തെങ്കിലും പേഴ്സണലി ഒരു പ്രശ്നം കാണും, ഫാമിലി ഒരു ട്രാജഡി ആയിരിക്കും, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിരിക്കും. അതിനോടൊക്കെ ഫൈറ്റ് ചെയ്താണ് നായകൻ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. മെമ്മറീസ് എന്ന ചിത്രം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു കാര്യം. പക്ഷേ ഈ ഒരു പടത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു കേസ് വന്നു കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് അന്വേഷിച്ച് പോകുന്നു. ആ ഒരു കേസ് കൊണ്ട് അവർക്ക് വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും മാത്രമേ ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുള്ളൂ. അതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ പടങ്ങളിലായിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്ന കാണുമ്പോൾ മടുക്കും. അതുകൊണ്ട് തന്നെ ടൊവിനോയുടെ ക്യാരക്ടർ ഇങ്ങനെ കൊടുത്തത് എന്തുകൊണ്ട് നന്നായി. ഇനി ചിത്രത്തിൻ്റെ സ്റ്റോറി നോക്കാം. തുടക്കം തന്നെ SP ഓഫീസിലേക്ക് വരുന്ന ടൊവിനോയുടെ കഥാപാത്രത്തെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ എടുത്ത് പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് എടുത്ത് ചാടുന്നതിന് മുമ്പ് ഇയാളുടെ മുഖം ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ടൊവിനോയുടെ കഥാപാത്രം സസ്പെൻഷൻ ഇരിക്കുന്ന പോലീസ് ഓഫീസർ ആണെന്നുള്ള കാര്യം. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് എങ്ങനെ ഈ സസ്പെൻഷൻ കിട്ടി എന്നുള്ള കാര്യം. ആനന്ദ് എന്ന ടൊവിനോയുടെ കഥാപാത്രം SA ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടെ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. ആ മിസ്സായ പെൺകുട്ടിയുടെ പേരാണ് ലൗലി. ഈ ലൗലി കേസ് എത്തി നിൽക്കുന്നത് ഒരു ആശ്രമത്തിന് മുമ്പിലാണ്. പോലീസുകാർക്ക് ഇടയിലുള്ള ഈഗോയും പൊളിറ്റിക്സും ഒക്കെ ചിത്രത്തിൽ കാണിച്ചു പോകുന്നുണ്ട്. അവസാനം പ്രതിയെ പിടിച്ചു കഴിഞ്ഞ് ഇവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. കാരണം കോടതിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ ട്രെയിൻ മുമ്പിൽ ചാടി മരിക്കും. ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് പ്രശ്നമാവും. ഇവരെ സസ്പെൻഡ് ചെയ്യാതെ വഴിയില്ലാതെ ടൊവിനോയുടെ കഥാപാത്രത്തെ അടക്കം 4 പേരെ സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ടൊവിനോയുടെ കഥാപാത്രത്തിന് സസ്പെൻഷൻ കിട്ടിയത്. അതോടെ ആ ഒരു കേസ് അവിടെ അവസാനിച്ചു. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് 6 വർഷമായി തെളിയാതെ കിടക്കുന്ന കേസ് ഇവരെ SP ഏൽപ്പിക്കുകയാണ്. ആ ഒരു കേസാണ് ശ്രീദേവി മർഡർ കേസ്. ഫേമസ് ആയ ആളുകൾ കുറേ പേര് അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാതെ പോയൊരു കേസാണത്. ബട്ട് ഇവർ ആ ഒരു കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ ലൗലി കേസിന്റെ നാണക്കേട് മാറിക്കിട്ടും. അവർ അങ്ങനെ അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തും. ശരിക്കും ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു. ശരിക്കും ഒരു ഞെട്ടലായിരുന്നു ആ ഒരു അവസാനത്തെ സീൻ റിവീൽ ചെയ്യുന്നത്. പക്ഷേ പ്രതിയെ കണ്ടുപിടിച്ചിട്ടും പ്രതിയെ പിടിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചതുകൊണ്ട് അതൊരു വലിയ കാര്യമായി മാറിയില്ല. ഈ ഒരു പടത്തിലെ 2 സംഭവങ്ങളും റിയൽ ആയിട്ട് നടന്നു തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ട്. ആ ഒരു ക്ലൈമാക്സ് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു ബെറ്റർ റിയലിസ്റ്റിക് ത്രില്ലർ ആയിട്ടാണ് ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. 90s കാലഘട്ടമൊക്കെ തന്നെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും സെറ്റാണ്. പടത്തിൽ ഒരുപാട് പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. ലൗലി കേസിലായാലും ശ്രീദേവി മർഡർ കേസിലായാലും. ലൗലി കേസിലാണെങ്കിൽ ശരിക്കുള്ള പ്രതി ആണേലും ജാതിയിലെ പ്രമുഖനാണേൽ ഒന്നും പേടിക്കേണ്ട എന്നൊരു കാര്യം. ശ്രീദേവി മർഡർ കേസിലാണേൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ സ്വന്തം മകന്റെ ഭാര്യയായി കാണാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്ന കൊല, ദുരഭിമാന കൊല. 90s കാലഘട്ടത്തിൽ നടക്കുന്നതാണേലും ഈ 2 കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.